ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സമൂച്ചീസ്. സമൂച്ചീസിൽ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു മഷ്റൂം മസാലയാണ്. ഇത് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉള്ളൊരു മഷ്റൂം മസാലയാണ്. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 250 ഗ്രാം മഷ്റൂം. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 ചെറിയ സവോള ചെറുതായി മുറിച്ചത്, 4 പച്ചമുളക്, 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി, അല്പം കറിവേപ്പില. പിന്നെ ഇതിന് മസാല തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ പെരിഞ്ജീരകം, ഇതിനാവശ്യമായ ഉപ്പ്, വെളിച്ചെണ്ണ, പിന്നെ ഒരു 10 അണ്ടിപ്പരിപ്പ് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് അരച്ചു വെച്ചിട്ടുണ്ട്. ഒരു തക്കാളി ഞാനിവിടെ പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മഷ്റൂം മസാല തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു പാത്രം വെച്ചിട്ട് അല്പം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ആദ്യം ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളി ഇവിടെ ചെറുതായി മൂത്ത് പോയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും കറിവേപ്പില എല്ലാം കൂടിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. എല്ലാം ഒരുമിച്ചിട്ട് വഴറ്റിയെടുത്താൽ മതി. ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വരട്ടെ കേട്ടോ. ഈ സമയം ഇതിനാവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴണ്ട് വരട്ടെ. ഇഞ്ചിയും വെളുത്തുള്ളിയും സവോളയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മസാലപ്പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, ഇത്രയും മസാലപ്പൊടികളാണ് എടുത്ത് വെച്ചിരുന്നത്. അതെല്ലാം കൂടെ ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി തീ അല്പം കുറച്ച് വെച്ചിട്ട് ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഈ മസാലപ്പൊടിയുടെയൊക്കെ പച്ചച്ചുവയെന്ന് മാറണം, ഈ മുളകിൻ്റെയും മല്ലിയുടെയൊക്കെ പച്ചച്ചുവയെന്ന് മാറുന്നത് വരെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. തീ അല്പം കുറച്ച് വയ്ക്കാം കേട്ടോ. മുളകിൻ്റെയും മല്ലിപ്പൊടിയുടെയൊക്കെ പച്ചച്ചുവ മാറിയാൽ മാത്രം മതി. കരിഞ്ഞു പോകാതെ നോക്കണം. കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇത്രയും നിറം. എരിവിന് വേണ്ടി പച്ചമുളക് 4 ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അല്പം നല്ല മുളക് കൂടെ ചേർത്ത് കൊടുക്കാം, നല്ല എരിവുള്ള മുളക്. മസാല എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ അരച്ചു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കുക. ഈ തക്കാളിയും ഇതെല്ലാം കൂടെ നന്നായിട്ട് വീണ്ടും ഒന്നുകൂടെ വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മഷ്റൂം ചേർക്കാം. ഇതൊന്ന് നന്നായിട്ട് വഴണ്ട് വരട്ടെ കേട്ടോ. ഈ മസാല എല്ലാം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് മഷ്റൂം ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. മസാലയായിട്ട് ഈ മഷ്റൂം നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. മസാലയും മഷ്റൂമും കൂടെ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇടുക. ഇനി നമുക്ക് ഇതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ ഗരം മസാലപ്പൊടി. വീണ്ടും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ സമയം നമുക്ക് നമ്മളിവിടെ അരച്ച് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് അരച്ചത് ഇതിനകത്തേക്ക് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ അണ്ടിപ്പരിപ്പ് അരച്ചത് ചേർക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല കേട്ടോ. ഗ്രേവിക്ക് ഇത്തിരി തിക്നെസ്, ഇത്തിരി ടേസ്റ്റൊക്കെ കൂടുതൽ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചേർത്താണ്. ഇതില്ലെങ്കിൽ യാതൊരു നിർബന്ധമില്ല ചേർക്കണമെന്ന്. ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ കേട്ടോ. ഈ സമയം നോക്കി ഇതിൻ്റെ ഉപ്പും എരിവും ഒക്കെ കറക്റ്റായിട്ടുണ്ടോയെന്ന് നോക്കാം. പോരാങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാമല്ലോ. ഉപ്പ് അല്പം കുറവാണ്, ഞാൻ അല്പം കൂടി ഉപ്പിട്ട് കൊടുക്കണം. ഇതൊരു 2 മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. കറി റെഡിയായാൽ നോക്കാം. ഇവിടെ കറിയൊക്കെ നന്നായിട്ട് വെന്തിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് സ്റ്റവ് ഓഫ് ചെയ്ത് വെച്ചിട്ട് വെള്ളം വന്ന പാത്രത്തിലേക്ക് മാറ്റാം. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന മഷ്റൂം മസാല ഇവിടെ റെഡിയായി. ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റിയാണ്. നല്ല ടേസ്റ്റ്, ഇതിൻ്റെ ടേസ്റ്റ് ആണെങ്കിൽ അപാര ടേസ്റ്റാണ് കേട്ടോ.
നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കണം. അടുത്തൊരു പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.